ഈ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ തലച്ചോറിനെ മന്ദീഭവിപ്പിക്കുന്ന സാധനമാണ് ശരിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സൈക്കോ ആക്റ്റീവ് പദാർത്ഥം, അതല്ലെങ്കിൽ നാർക്കോട്ടിക്സ് എന്ന് പറയുന്ന മനുഷ്യനെ മൃഗമാക്കുന്ന, ഇന്ന് വിൽപ്പന നടത്തുകയും ആളുകൾ വ്യാപാര വസ്തുവാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ള ഈ മയക്കുമരുന്നുകൾ. അത് മദ്യമാകട്ടെ മയക്കുമരുന്നാകട്ടെ അതിൻ്റെ ഏതിനത്തിൽപ്പെട്ടതാവട്ടെ, ശാസ്ത്രീയമായി നമ്മളതിനെ അപഗ്രഥിച്ചാൽ അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലം എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടും. നാർക്കോട്ടിക് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട എന്ത് സാധനമാണെങ്കിലും അത് നമ്മൾ ഒരല്പം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് പൊതുവെ ഡ്രഗ്സ് എന്നാണ് പറയുക. ആ പൊതുപേരിൽ അറിയപ്പെടുന്ന ഈ സാധനം അഫക്റ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ തന്നെയാണ്. അവൻ്റെ മൊത്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനത്തെ അത് ബാധിക്കുകയാണ്. ഡ്രഗ്സ് അഫക്റ്റ് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഫങ്ഷൻ എന്നാണ് പറയുന്നത്. ബോഡിയെയും അഥവാ ശരീരത്തെയും മനസ്സിൻ്റെയും ഫങ്ഷനെ അത് ബാധിക്കുന്നുണ്ട്. മനസ്സിനെ മാത്രമല്ല, ബുദ്ധിശക്തിയെ മാത്രമല്ല, അവൻ്റെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ദേ ക്യാൻ ചേഞ്ച് ഹൗ യു ഫീൽ, തിങ്ക് ആൻഡ് ബിഹേവ് എന്നാണ് നാർക്കോട്ടിക്കിന്റെ നിർവചനത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ സാധനമായിരിക്കും. പിന്നെ മനുഷ്യൻ മൃഗത്തെ പോലെ ഒരുപക്ഷെ പെരുമാറിയെന്ന് വരും. നമ്മുടെ ചിന്തകൾ കാട് കയറിയെന്ന് വരും. നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായി എന്ന് വരുമെന്നല്ല, വരും തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ മൊത്തത്തിൽ ബാധിക്കുന്ന, മൃഗവും മനുഷ്യനും തമ്മിലുള്ള അന്തരമില്ലാതാക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു സാധനമാണ് ഈ ഡ്രഗ്സ്, ഏത് തരത്തിലുള്ളതാണെങ്കിലും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഇത് മനുഷ്യന് പറ്റിയ സംഗതിയല്ല, മനുഷ്യോപയോഗത്തിന് പറ്റിയൊരു സംഗതിയല്ല ഇത് എന്ന് കൃത്യമായി ആമുഖമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ യുവതലമുറക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ഇന്ന് ലോകത്ത് ഒരുപക്ഷെ നമുക്ക് നിർത്തിവെക്കാൻ കഴിയില്ല. വിതരണങ്ങളോ അതിൻ്റെ ശൃംഖലയോ തകർക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം നിങ്ങളിൽ ഒരു നിരാശാബോധം ജനിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക, മറിച്ച് ഇതില്ലാതെയാക്കാനാവില്ല. അതിൻ്റെ കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സാധനം ലോകത്ത് വലിയൊരു വ്യാപാര ശൃംഖലയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന വലിയ വലിയ കേന്ദ്രങ്ങളുണ്ട്. നിങ്ങളൊക്കെ പത്രം വായിക്കുന്നവരും കാര്യങ്ങൾ വിലയിരുത്തുന്നവരുമാണ്. എൽ ചാപ്പോ ഗുസ്മാൻ ലോയൽ എന്ന് പറയുന്ന മെക്സിക്കോയിലെ പ്രഗത്ഭനായ മയക്കുമരുന്ന് വ്യാപാരി ഭരണകൂടത്തെ പോലും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഇത് വിറ്റ് പണമുണ്ടാക്കിയപ്പോഴാണ്. ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ജയിൽ തുറന്ന് പുറത്തു ചാടാൻ വരെ അവന് അവസരമുണ്ടായത് എന്തുകൊണ്ടാ? സ്വാധീന ശക്തി കൊണ്ടും അവന്റെ പണത്തിന്റെ ബലം കൊണ്ടുമാണ്. ആ പണവും ബലവും അയാൾ ആർജിച്ചെടുത്തത് ഇത് വിറ്റുകൊണ്ടുണ്ടാക്കിയ, ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വിതരണം ചെയ്തുകൊണ്ട് കയറ്റി അയച്ചുകൊണ്ട് കിട്ടിയ പണം കൊണ്ടാണ്. നമ്മുടെ രാജ്യവും ഭിന്നമൊന്നുമല്ല. ഇതുകൊണ്ട് ഗവൺമെന്റിന് വലിയൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത് വിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യാപാര ശൃംഖല തകർക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധ്യമായി എന്ന് വരില്ല. കാരണം ഗവൺമെന്റിന് ഇത് നിരോധിക്കാൻ സാധിക്കില്ല എന്ന കാര്യം കൃത്യമാണ്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കഴിഞ്ഞ ഉത്രാട നാളിൽ 117 കോടിയാണ് ഗവൺമെന്റിന് കിട്ടിയത്. സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ച കണക്ക് കൃത്യമായി നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. 2022 സെപ്റ്റംബർ 9 ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച കണക്ക് നെറ്റിലുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ വരുമാനം പരിശോധിച്ചാൽ 2019-20 ഇന്ത്യയിൽ മൊത്തം ഈ മദ്യവിൽപ്പനയിലൂടെ ഗവൺമെന്റിന് ലഭിച്ച നികുതിയുടെ വരുമാനം 1,75,501.42 കോടിയാണ്. 1.25 ലക്ഷം കോടി ഇന്ത്യ ഗവൺമെന്റിന് വരുമാനം. ഗവൺമെന്റിന്റെ വരുമാനം നികുതി ഇനത്തിൽ ഗവൺമെന്റിന് ലഭിക്കുന്ന ഈ വരുമാനം ഒഴിവാക്കാൻ ഏത് ഗവൺമെന്റാണ് മുന്നോട്ട് വരിക? കേരളത്തിൽ ഒരിക്കൽ ഗവൺമെന്റ് നിരോധിച്ചു. ശ്രീ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഫലിച്ചില്ലല്ലോ, മാറ്റേണ്ടി വന്നല്ലോ. ജനങ്ങൾ വ്യാജമാറ്റും മറ്റു കാര്യങ്ങളുമായി അതിനെ മറികടക്കാൻ ശ്രമിച്ചു എന്നത് മറ്റൊരു കാര്യം. കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ മദ്യം വഴി, അല്ലെങ്കിൽ ഇത്തരം മയക്കുമരുന്നതിൽ പെടില്ല, ബെവറേജ് കോർപ്പറേഷൻ വഴിയുള്ള വിൽപ്പന നടത്തുന്നതും അതുപോലെ തന്നെ മദ്യവിൽപ്പനയിലൂടെയും ഗവൺമെന്റ് ലഭിക്കുന്ന വരുമാനം പരിശോധിച്ച് നമ്മൾ അന്തം വിട്ടു പോകും. കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റിലൂടെയൊക്കെ വിൽപ്പന നടത്തുന്ന മദ്യത്തിന്റെ അളവും കണക്കും ഒന്ന് പരിശോധിച്ച് നോക്കും നിങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ബാറുകൾ തുറക്കുന്നു, ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു, അതുവഴി വിൽപ്പന പൊടിക്കുന്നു, ആളുകൾ വാങ്ങുന്നു, കോടികളുടെ വരുമാനം ഗവൺമെന്റ് ലഭിക്കുന്നു.
അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അത്ര പെട്ടെന്നൊന്നും അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റിയ സംഗതിയല്ല. പിന്നെ നമുക്ക് എങ്ങനെ ഇത് തടുക്കാൻ കഴിയും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മളതാണ് പ്രായോഗികമായി പ്രാവർത്തികമാക്കേണ്ടതും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആദ്യ രൂപം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മദ്യമാണ്. പിന്നീട് അത് പലതരത്തിലുള്ള വലിക്കുകയും കുടിക്കുകയും ഇൻജക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന പലതരത്തിലുള്ള സാധനങ്ങളായി മാറി. ഈ മദ്യം എന്ന് പറയുന്ന ഇതിൻ്റെ അടിസ്ഥാന സാധനം പഴയ കാലഘട്ടം മുതലേ ആൽക്കഹോളാണ്. ഇന്നിപ്പോൾ ആൽക്കഹോൾ പോയി. ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനമാണ് സത്യത്തിൽ. ഇത് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ലോകത്ത് കെമിസ്ട്രിയുടെ ഫാദർ എന്ന് പറയുന്ന ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഉസ്താദുൽ കീമിയ എന്ന് അറബി ചരിത്രത്തിൽ പറയും. അയാളുടെ പേര് ജാബിർ ബിൻ ഹയ്യാൻ എന്നാണ്. 8-ാം നൂറ്റാണ്ടിൽ കൂഫയിൽ ജീവിച്ച അയാൾ ഒരു പ്രത്യേകമായ പരീക്ഷണം നടത്തുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കണ്ടെത്തിയതാണ് ഈ വാറ്റുവിദ്യ. അന്ന് അയാൾക്ക് കിട്ടിയ ഈ സാധനം ഇതൊരു അപകടകരമായ വസ്തുവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മറ്റൊരു പരീക്ഷണം നടത്തിയപ്പോൾ ലഭ്യമായതാണ്. അയാളുടെ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കത് ബോധ്യവും. ചരിത്രം പഠിച്ച കുട്ടികൾക്ക് അറിയാമായിരിക്കും. അയാൾ അന്ന് അതിന് കൊടുത്ത പേര് അറബിയിൽ അൽ ഗൗൽ എന്നാണ്. അൽ ഗൗൽ എന്ന അറബി പദത്തിന്റെ നേരെ അർത്ഥമാണ് ആൽക്കഹോൾ. അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ ചില പദങ്ങൾ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോകും, പല ഭാഷകളിൽ നിന്നും ഭാഷാന്തരം നടത്തി വരും. അതങ്ങനെയാണ്. പ്രത്യേകിച്ച് അറബ് സ്വാധീനമുള്ള കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പദങ്ങൾ ലോകത്തേക്ക് പോയിട്ടുണ്ട്. അത് ഈ നാടിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. ഉദാഹരണമായി അറബികൾക്ക് ഇവിടെ നിന്ന് ഇംഗ്ലീഷുകാർ കൊണ്ടുപോയി വിൽപ്പന നടത്തിയ സാധനങ്ങൾ പലതും അങ്ങനെയാണ്. ഉദാഹരണം ചന്ദനം. ചന്ദനത്തിന് അറബിയിൽ സ്വന്തൽ എന്നാണ് പറയുക. അറബികൾ അത് പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴാണ് ഇംഗ്ലീഷുകാർക്ക് അത് ബോധ്യമായത്. ആ അറബിയിലെ സ്വന്തൽ എന്ന അതേ പദമാണ് ഇവർ ഉപയോഗിച്ചത്. സാൻഡൽ, സ്വന്തൽ, സാൻഡൽ രണ്ടും ഒന്നാണ് എന്നതുപോലെയാണത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള പുളി എന്ന് പറയുന്ന സാധനം അറബികൾക്ക് പരിചയമില്ല. അവരാ സാധനത്തിന് അവരുടെ നാട്ടിലൊരു സാധനത്തിന്റെ സാമ്യ പേരിട്ടു. ഈത്തപ്പഴം അവരുടെ നാട്ടിലുണ്ട്, അത് തൊലിച്ചാൽ അതിൽ കുരുവുണ്ട്. നമ്മുടെ പുളി തൊലിച്ചാലും അങ്ങനെ തന്നെ ഉണ്ട്. അവരതിന് പേരിട്ടു തമ്ര ഹിന്ദ്. തമ്ര ഹിന്ദ്, ഇന്ത്യൻ കാരക്ക. ഇതേ വാക്ക് ഇംഗ്ലീഷുകാർ പഠിച്ചു. തമ്ര ഹിന്ദ്, ടാമരിൻഡ്, രണ്ടും ഒന്നാണ്. എന്ന പോലെ ഈ ആൽക്കഹോൾ, അൽഹോൾ ഇതൊന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനത് അത്രയും പറയാൻ കാരണം ഈ അൽ ഗൗൽ എന്ന അറബി പേരാണ് ഇതിന് ആദ്യമായി ശാസ്ത്രകാരൻ കൊടുത്തത്. അൽ ഗൗൽ എന്ന അറബി പദത്തിന്റെ നേരെ അർത്ഥം പ്രേതം, പിശാച്ച് എന്നാണ്. അപ്പൊ ഈ ഇനത്തിൽപ്പെട്ട ഏതൊരു സാധനം നിങ്ങൾ കഴിച്ചാലും ശരി, പിശാച്ചിനെ പോലെ നിങ്ങളത് പിടികൂടും. പ്രേതത്തെ പോലെ നിങ്ങളത് ബാധിക്കും. പിന്നെ പിടിച്ച പിടി വിടൂല. ഹംർ എന്ന അറബി പദത്തിന്റെ നിഷ്പത്തി ഹമറ എന്ന അറബി പദത്തിൽ നിന്നാണ്. ഹംറാണ് കള്ള്. ഹമറ എന്ന അറബി വാക്കിന്റെ അർത്ഥം മറയിട്ടു എന്നാണ്. ഇത് ബുദ്ധിക്ക് മറയിടുന്ന സാധനമാണ്. ബുദ്ധിക്ക് മറ വീണാൽ എന്തും ആരും ചെയ്യും. ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു വൃത്തികേടിലേക്ക് സമൂഹത്തെ കൊണ്ടു ചെന്നെത്തിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ എടുത്തെറിയുന്ന ഈ പ്രവർത്തനം, നമ്മുടെ രാജ്യത്ത് ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിന്റെ വരുമാനം ഒന്നുമല്ലെന്ന് തോന്നും. കേരള ഗവൺമെന്റിന്റെ വരുമാന പട്ടിക പരിശോധിച്ചാൽ 2018-19 14,504 കോടി ഗവൺമെന്റിന് ഇതുവഴി കിട്ടിയിട്ടുണ്ട്. ഞാൻ കൃത്യമായി സർക്കാരിന്റെ കണക്കാ പറയുന്നു. എന്നാൽ അതിന്റെ മറ്റൊരു വശം നിങ്ങൾ നോക്കൂ. ഇപ്പൊ ഇന്ത്യയിലെ മൊത്തം ഇതിന്റെ ഒരു അപകടകരമായ അവസ്ഥ, 137 കോടി ജനങ്ങളുടെ നമ്മുടെ രാജ്യത്ത് ഈ മദ്യത്തിന്റെ ഉപയോഗത്താൽ രോഗം ബാധിച്ചും അപകടത്തിൽപ്പെട്ടും ഒരു വർഷത്തിൽ 2,60,000-ഓളം ആളുകൾ മരിക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചൊരു കണക്കാണ്. അത്രയും ആളുകൾ മരണത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു പ്രവർത്തനം. മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഇപ്പൊ തൊട്ടടുത്ത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ 30 കോടി രൂപയുടെ ഹെറോയിനുമായി ഒരു സാംബിയൻ യുവതി വന്നിറങ്ങിയതും പിടിച്ചതും പത്രത്തിലുണ്ടായിരുന്നല്ലോ. 30 കോടി. അത് നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഏകദേശം ഒരു 6 മാസം മുമ്പാണ് ഈ വാർത്ത പത്രത്തിൽ വന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ മാർക്കറ്റാക്കി നമ്മുടെ നാടിനെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ശക്തമായി നടക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഒരു മൊത്തം ചിത്രം നമ്മൾ പരിശോധിച്ചാലോ, ഗവൺമെന്റിന് ലാഭമൊക്കെ കിട്ടുന്നുണ്ട്, ശരിയാണ്. പുതിയ ബാറുകൾ തുറക്കുകയും ചെയ്യും, പുതിയ കള്ളുഷാപ്പുകൾ അനുവദിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ NCRBയുടെ ഒരു കണക്കുണ്ട്, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ. NCRBയുടെ കൃത്യമായ കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്ത് 60% കുടുംബ വഴക്കുകളും മദ്യം കൊണ്ടാണ്.
മദ്യം മീൻസ് കുടിക്കുന്ന മദ്യം മാത്രമല്ല, ആ ഇനത്തിൽപ്പെട്ട മയക്കുമരുന്ന് അടക്കമുള്ള മുഴുവൻ. 60% കുടുംബ വഴക്കുകൾ, 80% വിവാഹമോചനങ്ങൾ. വിവാഹമോചനങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ 80% ഇന്ത്യയിൽ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും സ്വാധീനം കൊണ്ട് നടക്കുന്നതാ, പൊറുതി മുട്ടിയിട്ട്. 65% മോഷണങ്ങൾ NCRBയുടെ, അതായത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു വർഷത്തെ കണക്കാണ്, പത്രത്തിൽ വന്നിരുന്നു. ബലാത്സംഗങ്ങളിൽ 60%-ലധികവും സ്വാധീനം ഈ മദ്യത്തിനാണ്, മയക്കുമരുന്നിനാണ്. ഇന്ത്യയിലെ മൊത്തം കണക്ക് പരിശോധിച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്ന ഈ വിശാലമായ രാജ്യത്ത്, വിശാലമായ ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 1% അല്പം മാത്രമേ വരുള്ളൂ. ഇന്ത്യയുടെ വിസ്തൃതി അത്രയേ ഉള്ളൂ. അങ്ങനെ കേരളത്തിന്റെ വിസ്തൃതി, അങ്ങനെയുള്ള കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന റോഡ് അപകടങ്ങളുടെ 12% ഇവിടെയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ റോഡ് അപകടത്തിൽപ്പെട്ട് ഇരകളാകുന്ന ആളുകളും അത് ഉണ്ടാക്കുന്ന ആളുകളും അതിൽ 40% ഡ്രൈവർമാർ മദ്യപിച്ചിട്ടാണെന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൽ ഇത്ര വലിയ മനുഷ്യവിഭവം നഷ്ടപ്പെടുന്ന, ഹ്യൂമൻ റിസോഴ്സ് നഷ്ടപ്പെടുന്ന പ്രവർത്തനം, നമ്മുടെ ഒരാൾക്ക് കിഡ്നി നഷ്ടപ്പെട്ടാൽ അത് റീപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അയാൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് ഡയാലിസിസ് സെന്റർ തുടങ്ങും. ഒരാൾ ആക്സിഡന്റ് ആയാൽ അയാളെ നമ്മൾ എത്രയും പെട്ടെന്ന് ലൈറ്റിട്ട് ആംബുലൻസിൽ ഓടി എത്തിച്ചിട്ട് എത്ര പണം ചെലവഴിച്ച് ചികിത്സിക്കും. അങ്ങനത്തെ മനുഷ്യന്റെ ജീവൻ ഹോമിക്കപ്പെടുകയാണ്. ഒരു ഇത്തിരി മദ്യം വാങ്ങി കഴിച്ചിട്ട് അതുകൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടമാണത്. ഇതിന്റെ അപകടം ആർക്കാണ് അറിയാത്തത്? സർക്കാരിനറിയില്ലേ? നമുക്കറിയില്ലേ? സമൂഹത്തിനറിയില്ലേ? ഇലക്ഷൻ പ്രഖ്യാപിച്ച 48 മണിക്കൂർ മുമ്പ് മദ്യം പാടില്ല, പിന്നെ മദ്യഷാപ്പ് അടക്കും, പിന്നെ മദ്യം വിതരണം ചെയ്യാൻ പാടില്ല. അതെന്താ? വോട്ട് ചെയ്യുമ്പോൾ ബുദ്ധി വേണം, വോട്ട് ചെയ്തിട്ട് ബുദ്ധി പോയാലും കുഴപ്പമില്ല. അങ്ങനെയാണ്. ഇലക്ഷന്റെ സമയത്ത് കുടിക്കാൻ പാടില്ല, കാരണം വോട്ട് ചെയ്യുമ്പോൾ ബുദ്ധി വേണം, തീരുമാനമാണ്. ഇപ്പൊ ഈ ഗവൺമെന്റ്, നമ്മുടെ കേരള സർക്കാർ, രണ്ടാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്, ഏത് ഗവൺമെന്റ് ആയാലും അങ്ങനെ തന്നെ. കൃത്യമായ കണക്ക് പുറത്തുവിട്ടു. 2021 മെയ് മാസം മുതൽ 2022 മെയ് മാസം വരെ ഈ മദ്യവിൽപ്പന വഴി ഗവൺമെന്റിന് കിട്ടിയ വരുമാനം 16,619 കോടിയാണ്. ഗവൺമെന്റ് നിരോധിക്കൂല, സാധ്യമല്ല ഒരു ഗവൺമെന്റിനും. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുക എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ജോലിയിൽ വീഴ്ച വരുത്തുന്ന 45% ആളുകൾ മദ്യം കഴിച്ചിട്ടാണ് വീഴ്ച വരുത്തുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവന്റെ വൈദഗ്ധ്യം പോലും നഷ്ടപ്പെടുകയാണ്. കുടുംബ വഴക്കുകൾ, ആത്മഹത്യകൾ, മാനസിക രോഗങ്ങൾ, ശരീരം തളർന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ. ഒരു ഡി അഡിക്ഷൻ സെന്റർ പരിശോധിച്ച് നോക്ക് നിങ്ങൾ. നല്ല യുവാക്കൾ ഇത് തുടങ്ങുന്നു, കുടിക്കുന്നു, ചെറിയ ഡോസ് മതിയാകാതെ വരുന്നു, വീണ്ടും കുടിക്കുന്നു, അതിന് അഡിക്റ്റ് ആകുന്നു. അങ്ങനെ അവന് അൾസർ ഉണ്ടാകുന്നു, അൾസർ ക്യാൻസർ ആകുന്നു, സിറോസിസ് ബാധിക്കുന്നു, കരള് പോകുന്നു. ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് അവൻ എത്തുമ്പോൾ മാത്രം തിരിഞ്ഞു നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ മക്കളുടെ ആരോഗ്യം പൂർണ്ണമായി നശിച്ചു പോകുന്ന ഒരു സംഗതി. ജീവിതം തുലക്കുന്ന ഏർപ്പാടായത്, കുടുംബം തുലക്കുന്ന ഏർപ്പാടായത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ, ഇതെല്ലാ മതക്കാരും ഉണ്ടാകുമെങ്കിലും ഇസ്ലാമിന്റെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, എല്ലാ മതങ്ങളും ഇതിന് എതിർത്തിട്ടുണ്ട്. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഉമ്മുൽ ഖബായിസ് എന്നാണ് പേരിട്ടത്. ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും മാതാവ് എന്നാണ് ഹദീസിലെ ആ വാചകത്തിന്റെ അർത്ഥം. മാത്രമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഞാൻ ആമുഖമായി ഓതി വെച്ച ഖുർആന്റെ സൂക്തം, മദ്യം എന്ന് പറയുന്നതിന്റെ അപകടാവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളത് നിർത്തണമെന്ന് പ്രഖ്യാപിച്ച ആ പരിശുദ്ധമായ വചനത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, മദ്യം കഴിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, നാർക്കോട്ടിക്കിന്റെ ഇനത്തിൽപ്പെട്ട ഏത് സാധനങ്ങളെങ്കിലും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 5 തരത്തിൽ നട്ടമുണ്ടാകും എന്നാണ് പറഞ്ഞത്. 5 തരത്തിൽ നട്ടമുണ്ടാകും. തഫ്സീറിൽ എഴുതപ്പെട്ടതാ. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിലുണ്ട് 5 തരം എന്ന് പറഞ്ഞാൽ, തഫ്സീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശഖ്സിയ, സിഹിയ, മാലിയ, ദീനിയ, ഇജ്തിമാഇയ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒന്നാമത്തേത് ശഖ്സിയ, പേഴ്സണാലിറ്റി, വ്യക്തിത്വം നശിക്കും. എത്ര വലിയ ഉയർന്ന ആളാണ്, നല്ലൊരു ഡോക്ടർ, നല്ല കഴിവുള്ളവനാ, അല്ലെങ്കിൽ നല്ലൊരു അഭിഭാഷകൻ, ഏത് കേസും അയാളെ കയ്യിൽ കൊടുത്താൽ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. പക്ഷെ കുടിക്കുന്ന ഒരാളാണ് എന്നറിഞ്ഞാൽ അയാളുടെ വ്യക്തിത്വം പോയി. നാട്ടിലൊരു മാന്യനായ മനുഷ്യൻ, അയാൾ എല്ലാത്തിനും വളരെ നല്ലവനാ, പക്ഷേ മദ്യപിക്കുന്നറിഞ്ഞാൽ അവന്റെ വില പോയി. അവനുമായിട്ടൊരു കരാറുണ്ടാക്കാനോ അവനുമായിട്ടൊരു ഇടപാടിനോ പറ്റില്ല. അവന് ചിലപ്പോൾ ഒരു മദ്യപിക്കുന്ന സ്വഭാവമുണ്ട്, പേഴ്സണാലിറ്റി പോയി.
മനുഷ്യന്റെ ഏറ്റവും വലിയ വിഭവമാണ് ബുദ്ധി എന്ന് പറഞ്ഞ പോലെ അവൻ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് സമൂഹത്തിലെ അംഗീകാരം. നല്ല മനുഷ്യനായി ജീവിക്കുമ്പോൾ സമൂഹത്തിലൊരു സപ്പോർട്ട് ഉണ്ടാവും, കരിയർ. അത് ചില ആളുകൾ ആ രീതിയിൽ ഉയർന്ന കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഒക്കെ ആവും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ പോയാൽ കിട്ടുന്ന ഒന്നല്ല അത്. മനുഷ്യന്റെ ഇടയിൽ ജീവിക്കുന്ന ജീവിത നിലവാരം നോക്കി ജനങ്ങൾ നമുക്ക് മാർക്കിടുന്ന ഒരു അന്തസ്സാണത്. അത്തരം ആളുകൾ ഒരു കാര്യം പറഞ്ഞാൽ ആളുകൾ കേൾക്കും, അവർക്ക് നാടിനെ നിയന്ത്രിക്കാൻ കഴിയും, സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയും. അത്തരം ആളുകളെ സമൂഹം മാനിക്കും. അതാണ് പേഴ്സണാലിറ്റി. മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞാൽ അയാളെ പേഴ്സണാലിറ്റി പോയി. രണ്ടാമത്തേത് സിഹിയ, ആരോഗ്യപരം. 5 ഖുർആൻ പറഞ്ഞു. ആരോഗ്യപരം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ. ആരോഗ്യപരമായി ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് ഞാൻ പറയാതെ തറച്ചോടിന്റെ പ്രവർത്തനം തന്നെ വന്നീഭവിക്കും. പിന്നെ അവനൊരു ജാതി വിറയലൊക്കെ വരും. ഇത് കിട്ടാതിരുന്നാൽ പിന്നെ ആക്രാമക സ്വഭാവം കാണിക്കും, അഗ്രസീവാവും. അതുകൊണ്ട് സിഹിയ വളരെ പ്രധാനമാണ്. മറ്റൊന്ന് ഇജ്തിമാഴിയ, സാമൂഹ്യം. ഇതൊരു സാമൂഹ്യ ദുരന്തമാണ്. ആക്സിഡന്റുകൾ ഉണ്ടാകും, ജോലിയിൽ വീഴ്ച വരുത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ തരത്തിൽ പല അപകടങ്ങളുണ്ടാവും. റെയിൽവേ ക്രോസ്, ആ സന്ദർഭത്തിൽ ഗേറ്റ് ശരിക്കടക്കാതെ കള്ളു കുടിച്ച ആള് ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടാക്കിയ സംഭവം, തെറ്റായി സിഗ്നൽ കൊടുത്ത് ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടാക്കിയ സംഭവം പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ പേരിൽ എന്തൊക്കെ അപകടങ്ങളും എത്ര മനുഷ്യന്റെ ജീവനും. ഒരാൾ കള്ളു കുടിച്ചപ്പോഴാ 50-ലധികം ആളുകളുടെ ജീവൻ പോയ ആക്സിഡന്റ്. ഒരുത്തന്റെ മദ്യപാനമാണ് പ്രശ്നം. 50 മനുഷ്യർ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ആളുകളുണ്ടാവും. അതിനേക്കാൾ വലിയ അപകടം സാമൂഹ്യത്തിൽ രാഷ്ട്രസുരക്ഷയെ വരെ ബാധിക്കുമല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്ത പലരെയും പിടിച്ചപ്പോൾ ഒരു മദ്യലഹരിയിലാണ് പലതും ഒറ്റിക്കൊടുത്തത്. മദ്യം കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ട് രഹസ്യങ്ങൾ ചോർത്തുന്ന സംവിധാനമുണ്ട്. ആ തരത്തിൽ നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും നാശമാണ് ഈ മദ്യം, ഉറപ്പല്ലേ? നാലാമത്തേത് മാലിയ, സാമ്പത്തികം. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷയമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നേരത്തെ എക്സൈസ് ഓഫീസറോട് MDMA, സ്വർണത്തെക്കാൾ വില കൊടുത്ത് കുട്ടികൾ വാങ്ങുന്ന ഒരു സാധനമാണത്. കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് കടത്താൻ എളുപ്പമാണ്, കൊണ്ടുപോകാൻ എളുപ്പമാണ്, സൂക്ഷിക്കാൻ എളുപ്പമാണ്, ഉപയോഗിക്കാൻ എളുപ്പമാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സാധനമെങ്ങാനും നമ്മുടെ കുട്ടികൾ സ്കൂളിന്റെ ഭാഗത്തോ അല്ലെ കോളേജിന്റെ ഭാഗത്തോ ഒരു ഇത്തിരി കുട്ടിക്ക് ഇന്ന് കൊടുത്താൽ നാളെ ആ കുട്ടി അത് തെരഞ്ഞു വരും. അത് എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച ആ കുട്ടി വരും. MDMA അതിനങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത്രമാത്രം അതിലേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ, തലച്ചോറിനെ ആകർഷിക്കുന്ന ഒരു സാധനമാണ്. ഇൻജക്ട് ചെയ്ത പോലെ തലച്ചോറിലേക്ക് കയറി ബാധിക്കും. അതാണ് MDMA, മെത്തലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന ഈ സാധനം വലിയ അപകടകാരിയാ. ആണിയടിച്ച പോലെ അവന്റെ തലച്ചോറിലേക്ക് ഇത് കയറും. ഒരു മൈക്രോഗ്രാം ഉപയോഗിച്ചാൽ 48 മണിക്കൂറൊക്കെ അതിന്റെ ഉന്മാദം നിൽക്കുന്ന ഈ സാധനം കുട്ടികൾ കഴിച്ചാൽ അത് ഒരല്പം കുട്ടിക്ക് കിട്ടിയാൽ മതി, പിന്നെ തെരഞ്ഞു പോകും ആ കുട്ടി. പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഇത് പറയുന്നതിന് അപകടമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ കുട്ടികൾക്ക് താല്പര്യം വരിക ചെയ്യാം. പണ്ട് MP മൻമഥൻ സാറ് മദ്യനിരോധന പ്രവർത്തനത്തിന്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് എടുത്ത കഥ പറയാറുണ്ട്. കഥയല്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാ. അദ്ദേഹം എറണാകുളത്ത് ആലുവയിൽ ഒരു ക്ലാസ് എടുത്ത് ഒരു കോളേജിൽ പോയിട്ട് മദ്യത്തിന്റെ മാരകമായ അപകടം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ക്ലാസ് എടുത്തു. ക്ലാസ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ക്ലാസിന്റെ മധ്യത്തിൽ വെച്ചിട്ട് 2 ഗ്ലാസ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 കുപ്പി വെച്ച പോലെ. ഒരു ഗ്ലാസ്സിൽ നല്ല പട്ടച്ചാരായവും ഒരു ഗ്ലാസ്സിൽ ശുദ്ധ പച്ചവെള്ളവും നിറച്ചു. എന്നിട്ട് 2 മണ്ണരകളെ കൊണ്ടുവരാൻ പറഞ്ഞു. 2 ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ മണ്ണര ഇട്ടു, മറ്റേ ഗ്ലാസ്സിൽ മണ്ണര ഇട്ടു. ഒന്ന് വെള്ളത്തിലാണ്, ഒന്ന് ചാരായത്തിലാണ്. വെള്ളത്തിലിട്ട മണ്ണര ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചാരായത്തിലിട്ട മണ്ണര അല്പസമയം കഴിഞ്ഞപ്പോൾ അതിന്റെ പടപ്പൊക്കെ നിന്ന് അത് ഇങ്ങനെ ചെന്നി അത് ചത്തുപോയി. ചാരായത്തിലിട്ട മണ്ണര ചത്തു, വെള്ളത്തിലിട്ട മണ്ണര ഇങ്ങനെ പടക്കുന്നുണ്ട്, കിടന്നിട്ട് കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് മൻമഥൻ സാർ അത് ഉയർത്തി പിടിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, തറ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നാ? ബുദ്ധിയുള്ള കുട്ടികൾക്കൊക്കെ മനസ്സിലാവും അതിന്റെ മാരകമായ അപകടം. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, മദ്യം കഴിച്ചാൽ വയറ്റിലുള്ള എല്ലാ കൃമികളും നശിച്ചു പോകുന്നു പഠിച്ചു പറഞ്ഞു. നല്ല പാടാ. അദ്ദേഹത്തിന്റെ ക്ലാസ് അതോടുകൂടി വിജയിച്ചു. ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. MDMA അപകടം അങ്ങനെ പറഞ്ഞുകൂടാ. ഈ ആംഫിറ്റമിൻ എന്ന് പറയുന്ന സാധനം കുട്ടികൾ കഴിച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ദീൻ ഇതിനെ ഇത്ര ഗൗരവത്തിൽ പറഞ്ഞത്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം തെറ്റുകളെ, ഹറാമുകളെ എണ്ണി ഹറാമുകളുടെ ഗൗരവം മുഴുവൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു, പൊതുസമൂഹത്തെ പഠിപ്പിച്ചു. പക്ഷേ
മദ്യമെന്ന് പറയുന്ന വസ്തുവിനെ ഇസ്ലാം ചിത്രീകരിച്ചതുപോലെ വേറെ ഒന്നിനെയും ചിത്രീകരിച്ചിട്ടില്ല. മയക്കുമരുന്നിനെയും മദ്യ ഇനത്തിൽപ്പെട്ട നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന, അഥവാ ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ കുല്ലു മുസ്കിരിൻ എന്ന് പറയുന്ന ലഹരി വസ്തുക്കൾ ഏതാണെങ്കിലും അതിനെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞ വാക്കെന്താ? 10 തവണ ശാപവചനം ഉച്ചരിച്ചു. അങ്ങനത്തെ ഒരു തെറ്റ് വേറില്ല. വട്ടിപ്പലിശ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്, വ്യഭിചാരം ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചപ്പോഴും അതിൻ്റെയൊക്കെ ഹറാമുകളല്ല. അനല്ലാഹുൽ ഖംറ, അള്ളാഹു മദ്യത്തെ ശപിച്ചിരിക്കുന്നു. വശാരിബഹ, കുടിക്കുന്നവനെ ശപിച്ചിരിക്കുന്നു. വസാഖിഹ, കുടിപ്പിക്കുന്നവനെ ശപിച്ചിരിക്കുന്നു. വമുബ്താഅഹ, അത് വിൽക്കുന്നവനെ ശപിച്ചിരിക്കുന്നു. വബായിഅഹ, വാങ്ങുന്നവനെ ശപിച്ചിരിക്കുന്നു. വആസറഹ, വാറ്റുന്നവനെ ശപിച്ചിരിക്കുന്നു. വമുഅ്തസറഹ, വാറ്റിക്കുന്നവനെ ശപിച്ചിരിക്കുന്നു. വഹാമിലഹ, അത് ചുമന്നു കൊണ്ടുപോകുന്നവനെ ശപിച്ചിരിക്കുന്നു. വമുഹ്തമിലഹ, ആർക്കാണോ കൊണ്ടുപോയി കൊടുക്കുന്നത് അവനെയും ശപിച്ചിരിക്കുന്നു. മാത്രമല്ല വആകിലു സമനിഹ, അതിന്റെ വില ഭക്ഷിക്കുന്നവനെയും അതിന്റെ പണം ഉപയോഗപ്പെടുന്നവനെയും ശപിച്ചിരിക്കുന്നു. 10 തവണ ഇങ്ങനത്തെ ഒരു തെറ്റിനെ കുറിച്ച് പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ വേറെ ഒരു തെറ്റിനെ കുറിച്ചും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല മുസ്ലിമീങ്ങളായ ആളുകൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് മനുഷ്യ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും പൊറുപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാസമാണ് മഗ്ഫിറത്തിന്റെ മാസമായ പരിശുദ്ധ റമദാൻ. ആ റമദാനിൽ എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ അവസാനത്തെ 10 നമ്മൾ മഗ്ഫിറത്ത് തേടും. ആ 10 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. അത് ഏത് 10 അറിയില്ലെങ്കിലും അവസാനത്തെ 10 പ്രതീക്ഷിക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രത്യേകത എത്രയാ? ആ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം എത്രയാ? പക്ഷേ എന്റെ പ്രിയപ്പെട്ട സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, 4 വിഭാഗം ആളുകൾ ലാ യഗ്ഫിറു ലഹും ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം അവരെന്ത് ചെയ്താലും അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ലൈലത്തുൽ ഖദ്റിൽ അവർക്ക് പുറത്ത് കിട്ടൂല. അവര് ലൈലത്തുൽ ഖദ്റാണെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ ദിവസം അവരുടെ ആരാധനയോട് ഒത്തു വന്നാലും അല്ലാഹു പുറത്തു കൊടുക്കൂല. ചിന്തിക്കേ വേണ്ട. ആരാണ് ആ 4 കൂട്ടർ? 1-ാം നമ്പർ ഇട്ട് പറഞ്ഞത് മുദിമിനു ഖംറിൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ. അതാണ് പറയുന്നത്, ഈ സംഗതി ഉപയോഗിക്കുന്ന ആൾക്ക് ലൈലത്തുൽ ഖദ്റിൽ പോലും പുറത്തു കൊടുക്കൂല. മറ്റുള്ള ദിവസങ്ങളിൽ തീരെ പുറത്തു കൊടുക്കൂല എന്ന് ഉറപ്പല്ലേ? 4 ആളെ ഹദീസിൽ പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവരെ പറയാം. രണ്ടാമത്തത് ആക്കുല്ലി വാലിദൈഹി, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നയാള്. 3-ാമത്തത് കാത്തി ഉർ റഹം, അഥവാ ഒരു മനുഷ്യൻ അവന്റെ കുടുംബ ബന്ധം വിച്ഛേദിച്ചാൽ അവൻ അതിൽപ്പെട്ടവനാ, കുടുംബം തകർക്കാൻ പാടില്ല. 4-ാമത്തേത് മുഷാഹിൻ, പരസ്പരം പിണങ്ങി നിൽക്കുന്നവൻ, മറ്റുള്ളവനോട് പിണങ്ങി കുരുട്ടും കുശുമ്പും കൊണ്ട് നടക്കുന്നവൻ. മനസ്സ് നന്നാക്കാതെ ലൈലത്തുൽ ഖദ്റിന് പോയിരുന്നിട്ട് കാര്യമില്ല. 1-ാം നമ്പറായി പറഞ്ഞത് മുദ്മിനു ഖംറാണ്, മദ്യവും ഉപയോഗിക്കുന്നവനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്, ലഹരി ഉപയോഗിക്കുന്നവനാണ്. അവന് പുറത്ത് കിട്ടുക. ചെറുപ്പക്കാർ മനസ്സിലായിക്കോ, റമദാനിൽ നിങ്ങൾ നോമ്പ് നോറ്റ് ലൈലത്തുൽ ഖദ്റിൽ ദ്വാരനാ പോലും അന്ന് കേൾക്കൂല എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലപ്പുറം എന്താ നിങ്ങൾക്ക് വേണ്ടത്? മാത്രമല്ല മറ്റൊരു ഹദീസിൽ പറഞ്ഞു, 3 കൂട്ടർ ലാ യൻളുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമത്തി, പരലോകത്ത് പടച്ച റബ്ബ് അവരെ മൈൻഡ് ചെയ്യൂല. നാളെ മഅ്ശറ വൻസഭയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അല്ലാഹു തിരിഞ്ഞു നോക്കൂല. ആരാണ് 3 കൂട്ടർ? അൽ ആക്കുലി വാലിദൈഹി, മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ. വൽ മുദ്മിനുൽ ഖംർ, ലഹരി ഉപയോഗിക്കുന്നവൻ. വൽ മന്നാനു അതാഉഹു, താൻ ആർക്കെങ്കിലും ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കുന്നവൻ. അതിലൊന്ന് പറഞ്ഞത് ആരെയാ? മദ്യം ഉപയോഗിക്കുന്നവനെ. അപ്പോൾ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടല്ലോ, ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ MDMA ഒക്കെ ഇപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഒക്കെ പരിസരത്തുണ്ട്, കോളേജിന്റെ പരിസരത്തുണ്ട്. അതിന് മോളി എന്ന് പറയും, SSC എന്ന് പറയും, ഇങ്ങനെ പല പേരിലാണ് മോളി എന്നൊക്കെ അറിയപ്പെടുക. കുട്ടികൾ അങ്ങനെ പറയാം, അവർക്കൊരു കോഡ് ഭാഷ ഉണ്ട്, ഒക്കെ പഠിക്കണം. ഇത് നേരിട്ട് തലച്ചോറിനെ ബാധിക്കുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് അത് നിർത്താൻ ഒരിക്കലും കഴിയില്ല, ഒരു നിലക്കും ആ കുട്ടിക്ക് കഴിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം? നമ്മളിതിൻ്റെ വ്യാപനത്തെക്കുറിച്ചൊക്കെ നന്നായി ഇവിടെ പറഞ്ഞു. സങ്കടം വളരെ അത്ഭുത. അപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, നല്ല ജോലി, നല്ല ശമ്പളം, നല്ല നിലവാരത്തിൽ ജീവിക്കുന്ന ദീനീ കുടുംബം. അയാളുടെ മകളെ ബാംഗ്ലൂരിലൊരു കോഴ്സിന് കൊണ്ടുപോയി പഠിപ്പിച്ചു.
2 വർഷമായപ്പോഴേക്കും ഇയാൾക്ക് വിവരം കിട്ടി ഈ കുട്ടി എങ്ങനെയോ ചെറിയ തോതിൽ മയക്കുമരുന്ന് വിഭവത്തിൽ പെട്ടിട്ടുണ്ട്, പെൺകുട്ടികൾ പെടുന്നുണ്ട്. ഇയാൾ വന്നു, അന്വേഷിച്ച് അവിടെ ചെന്ന് നോക്കി, കാര്യം ബോധ്യപ്പെട്ടു. കോഴ്സ് കട്ട് ചെയ്ത് സ്ത്രീയെ കൊണ്ടുവന്നു, മകളെ കൊണ്ടുവന്ന് വീട്ടിൽ അടച്ചിട്ടു. ഒരു ദിവസം അടച്ചിട്ടപ്പോഴേക്കും പിറ്റേ ദിവസം കുട്ടി ആകെ ഭ്രാന്തിയെപ്പോലെ ഒരു സംഹാര താണ്ഡവം നടത്തുന്ന തരത്തിൽ ഉമ്മയെ സാധനങ്ങൾ പെറുക്കി എറിയുകയും TV തകർക്കുകയും റൂമിലെ ഷെൽഫ് മുതലായ സകലതും അടിച്ചുടക്കുകയും ചെയ്തുകൊണ്ട് ഒരു ആക്രാമക സ്വഭാവം കാണിച്ചു. ഒരു മനുഷ്യനെ വിവരം അറിയിക്കാതെ പെൺകുട്ടിയെ നല്ല നിലക്കാക്കണമെന്ന് വിചാരിച്ച ഈ പിതാവ് വളരെയധികം ഖേദിച്ചു. ആളുകൾ അറിഞ്ഞു, അയൽപക്കക്കാർ അറിഞ്ഞു, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കി. ഒരു പെൺകുട്ടിയുടെ ഗതി നോക്ക് നിങ്ങൾ. ഒരു ഭ്രാന്തി പെണ്ണിന്റെ ചേട്ടയാണ് ഈ കുട്ടി സാധനം കിട്ടാത്തപ്പോൾ കാണിച്ചത്. നല്ല നിലക്ക് പണം ചെലവഴിച്ച് വലിയ തുക കൊടുത്ത് ഒരു നല്ല കോഴ്സിന് ചേർത്ത കുട്ടിയാണ്. ആ പിതാവിന്റെ ഒരു സങ്കടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കുട്ടികൾ ഈ രീതിയിൽ വഴുതി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് വ്യാപകമായി ലഭിക്കുന്നത് കൊണ്ടാണൊന്ന്. ഈ തോതിൽ ഒരുപാട് കുടുംബത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മൾ അറിയുന്നില്ല, നമ്മളെ കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ല. ആരാണ് മദ്യപിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഈ ഒരു ദുരവസ്ഥ, ഒരുപാട് കാര്യങ്ങൾ 9 മണിയെ ഞാൻ വളരെ ചുരുക്കി പറയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏതാണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മളിതിങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. മയക്കുമരുന്നുണ്ടെന്നും അതിന്റെ അപകടം വലുതാണെന്നും എന്നെക്കാളേറെ നിങ്ങൾക്കറിയാം. ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ചിലപ്പോൾ അത് കിട്ടാണ്ടാവും. അത് കൊണ്ടുവന്ന് കൊടുക്കുന്ന കരിയർമാരുണ്ടാവും. ഇവർക്കൊരു ലക്ഷ്യമുണ്ട്, ഇതിന് ഉപഭോക്താക്കളെ കൂടുതൽ ഉണ്ടാക്കുക. അതിന് സ്കൂളിന്റെ പരിസരത്ത് വന്ന് കുട്ടികൾക്ക് ഇത് കൊടുക്കും. ആദ്യം വെറുതെ കൊടുക്കും, അത് അല്പം ഉപയോഗിച്ചാൽ കുട്ടി വീണു പോകും. ചില ഐസ്ക്രീം പാർലറുകളുണ്ട്, അവിടെ ഐസിലിട്ട് കൊടുക്കും. കോഴിക്കോട്ട് കണ്ടോ നിങ്ങൾ? ഒരു കോൾബാറിന് മുമ്പിൽ ഭയങ്കര ക്യൂ. സെക്കൻഡറി സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വന്ന് ക്യൂ നിൽക്കുകയാണ് ഇത് കുടിക്കാൻ. കോളേജിലെ ചെറുക്കന്മാർ അവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ്. പോലീസ് നിരീക്ഷിച്ചു, എന്തോ ആ കോൾബാറിന് മുമ്പിൽ ഇത്ര അധികം ആൾക്കാർ. ആ കോൾബാർ റെയ്ഡ് ചെയ്തു, പിടിച്ചു. ഡൽഹിയിൽ നിന്ന് കഞ്ചാവിന്റെ കുരു ഇറക്കുമതി ചെയ്തിട്ട് കഞ്ചാവിന്റെ കുരു അടിച്ചിട്ട് ഇതിൽ ചേർക്കുകയാണ്. മലയാള പത്രത്തിൽ വന്നല്ലോ 1-ാം പേജിൽ. ഒരു 3 മാസമല്ലേ ആയിട്ടുള്ളൂ, നിങ്ങൾ കണ്ടില്ലേ? ഗഞ്ചാവിന്റെ കുരു ഇട്ട ജ്യൂസ് കൊടുക്കുക. കുട്ടികൾ ഇത് അറിയുന്നില്ല. കുടിച്ചാൽ എന്തോ ഒരു ആനന്ദം. പിന്നെ വന്ന് കുടിക്കുകയാണ്. അവർക്ക് ആ ജ്യൂസ് തന്നെ പിന്നെ കിട്ടണം. സ്കൂൾ അവധിയുള്ള ദിവസം പോലും കുട്ടികൾ ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടി മാത്രം വരികയാണ്, സ്പെഷ്യൽ ക്ലാസ്സിന് വരും പോലെ. എന്താ അത്ഭുതം! അതാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കാൻ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് പണം വേണം. അപ്പൊ ഈ വിഷയത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് നമ്മുടെ ചോദ്യം. അതിൽ ഒന്നാമതിന് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതുകൊണ്ട് ഫലമുള്ളൂ. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, ഇൽസമു ഔലാദക്കും വ അക്സിനു അദബഹും. ഇൽസമു ഔലാദക്കും വ അക്സിനു അദബഹും. നിങ്ങൾ നിങ്ങളെ കുട്ടികളുമായി നിരന്തരം ബന്ധപ്പെട്ട് അവർക്ക് അച്ചടക്കം നിലനിർത്തണം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ ചെറുപ്പത്തിൽ ശരിക്കും ചേർത്ത് പിടിക്കും. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. സ്കൂളിൽ പോയാൽ വിവരം ചോദിക്കും, എന്തൊക്കെ സംഭവിച്ചു, എഴുതിയോ വായിച്ചോ ഒക്കെ കൂടെ നിൽക്കും. പ്രൈമറി കഴിഞ്ഞ് അപ്പർ പ്രൈമറിയും കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് കുട്ടി കടന്നാൽ പിന്നെ കുട്ടിക്ക് വേറെ റൂമായി, കുട്ടി സ്വന്തം പഠനമായി. തീരെ കുട്ടികളുമായി ബന്ധപ്പെടൂല, അവരോട് ചേർത്ത് പിടിക്കൂല, അവരോടൊന്നും ചോദിക്കൂല. കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് എൻ്റെ പഠനത്തെക്കുറിച്ചോ അവൻ്റെ കാര്യത്തെക്കുറിച്ചോ ഒന്ന് ഇരുന്ന് സംസാരിക്കുക. കുട്ടിയോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ, അവനൊന്ന് ചേർത്ത് പിടിക്കാൻ സമയമില്ലല്ലോ, അവനുമായി ഒന്ന് കമ്പനിയാകാൻ സമയമില്ലല്ലോ. ബാപ്പ ഗൾഫിലാണ്, ഉമ്മ മാത്രമാണ് ഇവിടെ. ഉമ്മാന്റെ ജോലി, കുട്ടി കുട്ടിയുടെ അവസ്ഥ. ചിലപ്പോൾ ഇനി ബാപ്പ ഉണ്ടെങ്കിൽ തന്നെ ബാപ്പ കുട്ടിയോട് സംസാരിക്കാൻ സമയം കാണുന്നില്ല. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങളെ കുട്ടി എത്ര വലിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. ആ കുട്ടിയെ നിങ്ങൾ ഒപ്പം നിർത്തണം ഏത് വിഷയത്തിൽ. ആ കുട്ടിയെ നിങ്ങൾ ശരിക്കും നിങ്ങളെ ചെറിയ കുട്ടിയെ പോലെ, എന്ന് പറഞ്ഞാൽ അവന്റെ സ്വകാര്യത്തിൽ ഇടപെടണമെന്നല്ല, അവന്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തയുണ്ട്, അവൻ എങ്ങോട്ട് പോകുന്നു, അവന്റെ രീതി എന്താണെന്നുള്ളത് ഒരു കമ്പനി എന്ന രീതിയിൽ, കൂട്ടുകാരൻ എന്ന രീതിയിൽ നിങ്ങൾ അവനെ വിലയിരുത്തണം. ഞാൻ അഹങ്കാരം പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ആമുഖം പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. എനിക്ക് 2 ആൺമക്കളുണ്ട്. ഒരു പെൺകുട്ടിയുണ്ട്, അവൾ വിവാഹം കഴിച്ചു. 2 ആൺമക്കളുണ്ട്, മൂത്ത കുട്ടികളാണ്. ഒരാൾ വിവാഹം കഴിച്ചു, 2 കുട്ടികളുണ്ട്. 2ാമത്തെ ആൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉദാഹരണം പറയുന്നത്, അവര് എത്ര വലിയ കുട്ടികളാണെങ്കിലും എനിക്ക് അവരിപ്പോഴും ചെറിയ കുട്ടികളെ പോലെയാണ്. കാരണം എന്നെ എൻ്റെ പിതാക്കൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്, എൻ്റെ കുടുംബം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ചെറുപ്പത്തിൽ പിതാമഹന്റെ കൂടെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുമ്പോൾ പഠിപ്പിച്ച് വളർന്ന ആൾക്കാരാണ് നമ്മളെ സംസ്കാരം. ഇന്നും എൻ്റെ ഈ 2 മക്കളെയും സുബഹിക്ക് അങ്ങാടിയിലെ പള്ളിക്ക് എൻ്റെ കൂടെ കൊണ്ടുവരും ഞാൻ. അവരെൻ്റെ കൂടെ പോരും. അവരെത്ര വലുതായാലും അതൊന്നും വിട്ടുകൊടുക്കൂല.
അതെങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല, നല്ല സ്നേഹത്തോടു കൂടി അവരെന്നെ കാത്തു നിൽക്കും പള്ളിക്ക് വരാൻ. ഞാൻ അഹങ്കാരമല്ല പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ അതുപോലെ കൊണ്ടുനടക്കാറുണ്ടോ? എൻ്റെ ഒരു മകൻ വിവാഹം കഴിച്ച് 2 മക്കളുണ്ട്. 2 മക്കളുടെ ആ ചെറുക്കനെയാണ് ഞാൻ സുബൈക്കിൻ്റെ കൂടെ പോരാൻ വേണ്ടി കാത്തുക്കണത്. അവൻ എനിക്കിപ്പോഴും ചെറിയ കുട്ടിയാ. നമ്മളെ കുട്ടികൾ നമ്മൾ ഒപ്പം ചേർത്ത് നിർത്തിയാൽ ഒരു കുഴപ്പത്തേക്കും പോകില്ല. അവർക്കൊരു റൂമും ഒരു കമ്പ്യൂട്ടറും ഒരു പഠന സാമഗ്രിയും കൊടുത്ത് അവരെ വേറെ ആക്കിയാലുണ്ടല്ലോ, അന്ന മാത്രം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് വസ്ത്രമായി കൊടുത്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവർക്ക് ജോലിയായ പിന്നെ ഒന്നും കൊടുക്കേണ്ടി വരില്ല. എന്നാലും ചേർത്ത് പിടിക്കണം, അവരൊപ്പം നിർത്തണം. അവരെ നമ്മളെ കൂടെ നിർത്തി കൊണ്ട് നടന്ന് പഠിപ്പിക്കണം. അത് നിർബന്ധം, അത് വിട്ടുകൊടുക്കാൻ പാടില്ല.